പ്രിയങ്ക ഗാന്ധിയുടെ രംഗപ്രവേശനം കോൺഗ്രസിന് നൽകുന്ന പുതിയ പ്രതിച്ഛായയെക്കുറിച്ചുള്ള കഥകൾക്ക് അവസാനമായി. ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിന് സ്ഥാനം പടിവാതിലെന്ന് പ്രഖ്യാപിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും കോൺഗ്രസിനെ പുറത്താക്കി സഖ്യമുണ്ടാക്കാനുള്ള നീക്കത്തെ തുടർന്നാണ് പ്രിയങ്ക ഗാന്ധിയെ തിടുക്കം പിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. പ്രിയങ്ക വരുന്നതോടെ ജനം ഇന്ദിരാഗാന്ധി വന്നേ എന്ന് പറഞ്ഞ് കരഘോഷം മുഴക്കുകയും ഉത്തർപ്രദേശിലെ മുഖ്യ കക്ഷികൾക്ക് കോൺഗ്രസിനെ ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥ വരും എന്നൊക്കെയായിരുന്നു കണക്കുകൂട്ടലുകൾ. പക്ഷേ കണക്കും സയൻസും തെറ്റി. പ്രിയങ്ക വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും അവരുടെ സഖ്യത്തിന്റെ വ്യക്തമായ ചിത്രം പുറത്തുവിട്ടു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ അവർ കോൺഗ്രസുമായുള്ള സഖ്യ സാധ്യതകൾ അവസാനിപ്പിച്ചു എന്നതാണ് ആ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനം. ആകെയുള്ള 80 ലോക്സഭാ സീറ്റുകളിൽ സഖ്യം 75 സീറ്റിൽ മത്സരിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. മായാവതിയുടെ BSP 38 സീറ്റിലും SP 37 സീറ്റിലും മത്സരിക്കും. 5 സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. 3 സീറ്റ് അജിത് സിംഗിന്റെ RLDക്ക് വിട്ടുകൊടുക്കാനാണെന്ന് കേൾക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അമേഠി മണ്ഡലവും UP അധ്യക്ഷ സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി മണ്ഡലവും ഒഴിച്ചിട്ടിട്ടുണ്ട്. ഫലത്തിൽ 2 സീറ്റിനാണ് കോൺഗ്രസിന് അർഹതയെന്ന വ്യക്തമായ സന്ദേശമാണ് പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. UPയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണസി, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശക്തി കേന്ദ്രമായ ഗോരഖ്പൂർ എന്നിവിടങ്ങളിൽ സമാജ്വാദി പാർട്ടി ആയിരിക്കും മത്സരിക്കുക. ലക്നൌ, കാൺപൂർ, അലഹബാദ്, ഝാൻസി തുടങ്ങിയ മണ്ഡലങ്ങളിലും അവർ മത്സരിക്കും. മീററ്റ്, ആഗ്ര, ഗൗതം ബുദ്ധ നഗർ എന്ന നോയിഡ, അലിഗഡ്, സഹാറൻപൂർ എന്നിവിടങ്ങളിൽ BSP ആണ് BJPയെ നേരിടുന്നത്. സമാജ്വാദി പാർട്ടിയും BSPയും അടുപ്പിക്കില്ല എന്നറിഞ്ഞതോടെ 80 സീറ്റുകളിലും മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനമെന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചത്. പിന്നെയാണ് പ്രിയങ്കയെ മുന്നിൽ നിർത്തി കൂടുതൽ സീറ്റ് വാങ്ങിച്ചെടുക്കുക എന്ന അടവുമായി കോൺഗ്രസ് വരുന്നത്. അതോടെ SPയും BSPയുമായി വീണ്ടും സഖ്യ സാധ്യതകൾ ഉയർന്നു വരുന്നുവെന്ന തോന്നലുണ്ടാക്കാനും കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. എന്നാൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് കാണിച്ച ധാർഷ്ട്യം രൂപം കൊണ്ടുവന്ന സാധ്യതകളെ പോലും ഇല്ലാതാക്കി. അവിടെയൊന്നും പരിഗണിക്കപ്പെടാത്ത തങ്ങൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് അങ്ങോട്ട് സീറ്റ് കൊടുക്കുന്നത് നഷ്ടക്കച്ചവടമാണെന്ന തോന്നൽ മായാവതിക്ക് വന്നതാണ് വിശാല സഖ്യം പാളാൻ കാരണം. അതേസമയം സഖ്യ സാധ്യതകൾ മങ്ങിയതോടെ മുഴുവൻ സീറ്റിലും മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്നാൽ 26 സീറ്റിലായിരിക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 41 മണ്ഡലങ്ങളുടെ ചുമതല പ്രിയങ്ക ഗാന്ധിക്കും 31 സീറ്റുകളുടെ ചുമതല ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കുമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഇതോടെ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചിത്രം ഏറെക്കുറെ വ്യക്തമായി. മറ്റ് സംസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത കോൺഗ്രസ് സമീപനം പ്രതിപക്ഷ വോട്ടുകളുടെ ഭിന്നിപ്പിന് കാരണമാകും. ശക്തമായ ത്രികോണ മത്സരം പല സ്ഥലങ്ങളിലും നടക്കും. അതിൽ BJPക്ക് എത്രമാത്രം ഗുണകരമാകുമെന്ന് വിലയിരുത്താൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം. അവസാന നിമിഷമെങ്കിലും കോൺഗ്രസ് കാലത്തിന്റെ ചുമരെഴുത്ത് മനസ്സിലാക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന പ്രതീക്ഷ ചില നിരീക്ഷകരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.